ഹായ് ഫ്രണ്ട്സ്, എവർക്കും എഫോടെക് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് എഗ് ഇൻക്യുബിലേറ്റർ. കാണിക്കാം. എഗ് ഇൻക്യുബിലേറ്റർ ഈ സംഭവം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എഗ് ഇൻക്യുബിലേറ്റർ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, നമ്മൾ തള്ളക്കോഴി ഇല്ലാതെ മുട്ട വിരിയുന്ന സംഭവം ആണ് എഗ് ഇൻക്യുബിലേറ്റർ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, നമുക്ക് നേരെ വീട്ടിൽ കിടന്നാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് വേണം. അപ്പം ഇതിൻ്റെ സൈസ് എത്രയാണെങ്കിലും കുഴപ്പമില്ല. അതായത് വലിയ സൈസിൻ്റെ ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല, ചെറിയ സൈസിൻ്റെ ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വലിയ ബോക്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ പേപ്പർ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ എടുത്തു. അതായത് ഒരു പേപ്പർ രണ്ടായിട്ട് മടക്കിയതാണ്. ഒരു പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ 4 പേജുകൾ കാണുമല്ലോ, 4 പേജ് 4 വശങ്ങൾ കാണുമല്ലോ, അത് മടക്കിയത് വെക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ തെർമോക്കോൾ ഉണ്ടല്ലോ, അത് വെച്ചാൽ മതി, നല്ല ഹീറ്റ് നിൽക്കും. ഞാനിപ്പം നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പേപ്പർ യൂസ് ചെയ്തത്. അപ്പോൾ ആ പേപ്പറെല്ലാം നമുക്ക് ഫെവിക്കോളിൽ ഒട്ടിച്ച് വെക്കാം, അപ്പോൾ നമുക്കത് വിട്ടു വരത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ എല്ലാം നമുക്കൊന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കുക. അതായത് നിങ്ങൾ വെക്കുക 4 വശത്ത്, അതായത് 4 വശത്തും അടിയിലും നമ്മൾ പേപ്പർ ഒട്ടിക്കുമ്പം എല്ലാം ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം ഒട്ടിച്ചു, നിങ്ങൾക്ക് കാണാം. ഇപ്പം എല്ലാ വർഷം അതിനകത്ത് 5 സൈഡും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഉണ്ടാക്കണമെങ്കിൽ വേണ്ടിയ സാധനം ഇതാണ്, ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാം, ഒരു 250 രൂപ വില വരും. പിന്നെ ഇത് 12 വോൾട്ട്സിൻ്റെ DC ഫാന്, ഇത് 12 വാട്ട്സിൻ്റെ ചാർജർ അഡാപ്റ്റർ, നമുക്ക് കറണ്ട് സപ്ലൈ കൊടുക്കാൻ. അപ്പം ഇത്ര സാധനം മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ വാല്യൂ സെറ്റിംഗ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ അതിൽ നിങ്ങൾക്ക് കാണാം K0 K1 പ്ലസ് 12 വാട്ട് ഗ്രൗണ്ട്. അതിൽ പ്ലസ് 12 വാട്ടും ഗ്രൗണ്ടിലേക്ക് ഞാനൊരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫീമെയിൽ പോയിട്ട് നമ്മുടെ 12 വാട്ട് സപ്ലൈ കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനകത്ത് 3 സ്വിച്ചുകളുണ്ട്, സെറ്റ്, പ്ലസ്, മൈനസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. കണ്ടോ, പ്ലസ് 12 വാട്ട്സും ഗ്രൗണ്ടിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ സപ്ലൈ കൊടുക്കുക. അതായത് നേരത്തെ നിങ്ങൾ കാണിച്ച 12 വാട്ട്സ് ചാർജർ, അത് അഡാപ്റ്റർ കറണ്ടി കൊടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് അവിടെ തെർമോസ്റ്റാറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നു 33.67 വേരി ആയിക്കൊണ്ട്. അത് നമ്മുടെ അന്തരീക്ഷത്തെ ചൂടാണ്, അതായത് പുറമേലേക്കുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ചൂടാണ്. അപ്പോൾ ഇതിനകത്ത് വാല്യൂ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ സെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കും, ഇവിടെ വാല്യൂ കാണിക്കും. അതിനിടയിൽ മാറി കിടക്കുമായിരിക്കും, അത് 37.5 ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടോ, പ്ലസോ മൈനസോ എത്തി അത് മാറ്റാൻ പറ്റും. അത് നിങ്ങൾക്ക് അന്നേരം 37.5 വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഒരു 2 സെക്കൻഡ് ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് P0 എന്ന് കാണിക്കും. P0 എത്തിയിട്ട് വന്നിട്ട് സെറ്റ് ഒത്തിക്കഴിഞ്ഞാൽ H പിന്നെ C, അതായത് പ്ലസ് മൈനസ് വെച്ച് വേരി ചെയ്യുമ്പം HC, അത് H ആക്കി വെക്കുക. അത് കഴിഞ്ഞ് സെറ്റ് എത്തുക. പിന്നെ പ്ലസ് ഒത്തി കഴിഞ്ഞാൽ P1 എന്നാവും, അത് നിങ്ങൾ 0.2 എന്ന് വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെറ്റ് എത്തുക. ഇനി നമുക്ക് വേരി ചെയ്യുമ്പോൾ P2 വരും, P2 സെറ്റ് എത്തുക. അതിനിട്ട് 39 സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ വാല്യൂ സെറ്റ് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇനി P3യിൽ 34 വെക്കുക. ഇനി P4 അതിൽ 0.0. ഇനി അങ്ങോട്ട് വേണമെന്നില്ല, അതായത് P5 P6 ഒന്നും വേണമെന്നില്ല, സെറ്റ് ചെയ്യണമെന്നില്ല. അത് നിങ്ങൾ 0 ആക്കി ഇട്ടാൽ മതി, അത് ഓഫ് ആക്കിയിട്ടാലും മതി P6. അപ്പോൾ അതിൻ്റെ വാല്യൂ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇനി നമുക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചേഞ്ച് ആക്കുന്നതെല്ലാം ആ സ്വിച്ചിലാണ്, സെറ്റ്, പ്ലസ്, മൈനസ്, ആ സ്വിച്ചുകളിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്, വാല്യൂ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇതിൻ്റെ കൂടെ ഒരു നമ്മൾ കറണ്ട് കൊടുക്കുന്ന ബൾബുണ്ട്, അത് ഓണാകും ഓഫാകാൻ വേണ്ടിയിട്ടുള്ള സെറ്റിംഗ് ആണത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇതേപോലത്തെ ബൾബ് വെക്കുന്ന ഹോൾഡർ വേണം. അപ്പോൾ ഹോൾഡർ ഞാൻ ഓൾറെഡി ഒരു പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണല്ലോ, നമ്മുടെ 2 വയർ എടുത്ത് അതിലേക്ക് കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 2 വയറിൽ ഏതെങ്കിലും ഒരു വയർ സെലക്ട് ചെയ്യുക.
വയർ സെലക്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് കണ്ടോ ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ഒരെണ്ണം കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വയറൊന്ന് നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. അപ്പം ഇത് സിസറോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ വയർ സ്ട്രിപ്പ് ചെയ്യുന്ന സംഭവം ഉണ്ട്, അത് വെച്ച് സ്ട്രിപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വയർ സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ വയർ കട്ട് ചെയ്തിട്ട് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ബോർഡിൽ, അതായത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൽ 2 എക്സ്ട്രാ കണ്ടോ K0 K1 എന്നാൽ അവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ വയറിൽ ഏത് വയറും കട്ട് ചെയ്തെടുക്കുക, ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലേതെങ്കിലും ഒരു വയർ കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കയറ്റി സെറ്റ് ചെയ്ത് വെക്കണം, അതായത് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ വേണം സെറ്റ് ചെയ്യുക, അതിനൊരു പ്രത്യേകിച്ച് എങ്ങനെ തന്നെ കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ആ 2 വയർ കട്ടാക്കിയത് അതേപോലെ സെറ്റ് ചെയ്തിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു, സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ സർക്യൂട്ട്. ആ വയർ കട്ട് ചെയ്തിട്ട്, അതായത് ഹോൾഡറിലേക്ക് പോകുന്ന ഒരു വയർ കട്ട് ചെയ്ത് നമ്മൾ K0 K1 കണക്ട് ചെയ്തു. പിന്നെ +12 ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു 12 വോൾട്ട്സിൻ്റെ ഫീമെയിൽ അഡാപ്റ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം, സർക്യൂട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വർക്കാണെന്ന് ടെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഒരു ഇൻകാൻഡിസൻ ബൾബ് എടുത്തിട്ടുണ്ട്. ഇൻകാൻഡിസൻ ബൾബ് മാത്രം യൂസ് ചെയ്യുക, LED ഒന്നും യൂസ് ചെയ്താൽ വർക്കാവില്ല. ഇതേപോലെ തന്നെ ബൾബ് എടുക്കുക, ഇതിൽ 40 വാട്ട്സ് 60 വാട്ട്സ് ആയാലും മതി. അപ്പോൾ ഞാൻ നമ്മുടെ ബോർഡിന് 12 വാട്ട് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത ഹോൾഡറിൻ്റെ ആ പ്ലഗ് അത് കറണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സർക്യൂട്ട് ഫുള്ള് പാസ്സാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് അവിടെ കത്തുന്ന കാണാം. ഓക്കെ, ഞാനിപ്പം കറണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കറണ്ടി കൊടുത്തപ്പം കണ്ടോ, നിങ്ങൾക്ക് ലൈറ്റ് അവിടെ കത്തുന്ന കാണാം. അതായത് ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടെല്ലാം ശരിയുണ്ടെന്നാണ്. ഇതാണ് അപ്പം നമ്മുടെ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ. അപ്പോൾ ആ സെൻസറാണ് നമ്മുടെ ചൂടിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ സെൻസർ കണ്ടോ ബൾബിൻ്റെ അടുത്ത് വെക്കുമ്പോൾ ആ ബൾബ് ഹീറ്റ് ആകുമ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ വരുമ്പോഴത്തേ, അതായത് 37.5 വരുമ്പോഴത്തേന് അത് ഓഫ് ആവും. പിന്നെ നമ്മൾ ആ സെൻസർ കുറച്ച് ദൂരെ വെക്കും, അതായത് ലൈറ്റ് ഓഫ് ആകുമ്പോഴത്തേന് ബൾബിൻ്റെ ചൂട് കുറയുമല്ലോ. അപ്പോൾ അത് തിരിച്ച് പിന്നെ ഓണാവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെ കണ്ടോ, ഇപ്പോൾ തിരിച്ച് ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതേ പ്രോസസ്സ് പിന്നെ അത് സൈക്ലിംഗ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ, അതായത് ടിന്നിൻ്റെ എന്തെങ്കിലും അടിവശമോ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ 12 വാട്ട്സിൻ്റെ DC ഫാന് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അവിടെ സ്ക്രൂ ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാം. സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഒരു കമ്പിയാണ്, ഒരു ചെറിയ പീസ് കമ്പി, ചെറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം നീളമുള്ള ഒരു കമ്പി. അപ്പം നമ്മൾ നേരത്തെ സർക്യൂട്ടിൽ കാണിച്ച ഹോൾഡർ അയച്ചെടുക്കുക. സർക്യൂട്ടിന് അയച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതൊന്ന് ചുറ്റിയെടുക്കണം, അതായത് 2 റൗണ്ട് വരുന്ന പോലെ, അതായത് ഹോൾഡറിനെ താഴെ പോകാതെ പിടിക്കുന്ന പോലെ കണ്ടു. ഇതേപോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഫാൻ, ആ ബൾബിൻ്റെ ചൂട് ആ ബോക്സിൻ്റെ അകത്ത് എല്ലാ സ്ഥലത്തും പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ പാത്രം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ പ്ലാസ്റ്റിക് ടിന്ന് നമുക്ക് വെള്ളം വെക്കാനുണ്ട്, അതായത് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ആ പ്ലാസ്റ്റിക് ടിന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഐഡിയാസ് വെച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടോ ആ ഫാനിന് മേളിലും 2 ഹോളുണ്ട് നമുക്ക് സ്ക്രൂ സെറ്റ് ചെയ്യാൻ. അതിലേക്ക് ഞാൻ ഈ കമ്പി ഇങ്ങനെ ഇറക്കി വെക്കുവാണ്. അപ്പം ഇങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഈസി ആയിട്ട് കയറിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് നമ്മുടെ ബോക്സിനകത്ത് കറക്റ്റായിട്ട് സെറ്റായിരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോൾഡറിൽ നമുക്ക് ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ചൂടും കാറ്റ്, ബൾബിൻ്റെ ചൂട് വെള്ളം കൊണ്ട് വരുമ്പോൾ അത് ഹ്യൂമിഡിറ്റി ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അവിടെ ഫാൻ ഉണ്ടാകണം, അത് കാറ്റ് എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ആ ബോക്സിൻ്റെ അകത്ത് കാറ്റ് മെയിൻറ്റെയിൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാൻ സെറ്റ് ചെയ്തേക്കുന്നത്.
ഇനി നമുക്ക് ഇതിനെ ബോക്സിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ആദ്യമേ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ച ബോക്സിലേക്ക്. അപ്പോൾ ഞാനിപ്പം ബോക്സിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടു നമ്മളൊരു സൈഡിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനെടുത്തു അവിടെ സൈഡിൽ വെച്ചിട്ട് അവിടെ 2 മാർക്ക് ചെയ്യുവാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ പൈപ്പ് നമ്മുടെ കമ്പി പുറത്തേക്ക് പോയിട്ട് ബെൻഡ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ഇതിനടുത്ത് തന്നെ ഇരിക്കും. അതുകൊണ്ട് ഞാനവിടെ ഇപ്പോൾ 2 മാർക്ക് ചെയ്യുവാണ് നമ്മുടെ കമ്പിയുടെ സൈസ് അനുസരിച്ച്. അതായത് ഗ്യാപ്പ് എത്രയോ അത്രയും ഗ്യാപ്പ് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്മുടെ സാധാരണ ഒരു വയറിൻ്റെയൊക്കെ സ്കിന്നില്ലേ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഫാനിലും ആ ബോക്സിലേക്ക് ചെറിയ ഡിസ്റ്റൻസ് വേണം കാറ്റ് കയറാൻ വേണ്ടിയിട്ട്. കാരണം ആ ഫാന് പുറകിൽ നിന്ന് കാറ്റ് വലിച്ച് അതായത് ഞാൻ വെച്ചേക്കുന്ന ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് കാറ്റ് വലിച്ച് മുമ്പോട്ട് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറകിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാറ്റ് മുമ്പിൽ കൂടെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്യാപ്പ് വരണമല്ലോ, അതുകൊണ്ട് ഞാനവിടെ ആ വയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേപോലെ കമ്പി കണ്ടോ നമ്മുടെ ബോക്സിലെ പുറത്തേക്ക് എടുത്തിട്ട് കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് എത്ര വേണോ പുറത്ത് അത്രയും വെച്ചിട്ട് ഒന്ന് കട്ടിംഗ് പ്ലെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് വളച്ച് ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട് സൈഡൊക്കെ നോക്കി കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അടയുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അത് ബൾബിൻ്റെ നമ്മൾ വെച്ച ഹോൾഡറിൻ്റെ ഹൈറ്റൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അടച്ചൊക്കെ നോക്കുക. അപ്പോൾ ഇത് ഞാൻ വെച്ചതെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആ ഹോൾഡറിന് വരുന്നതും ഫാനിൻ്റെ വയർ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ സ്ക്രൂ വെച്ചിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ് അവിടെ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ നിൽക്കുകയാണ് ഞാൻ അവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. സർക്യൂട്ട് നേരത്തെ ഞാൻ കാണിച്ചുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഇതാണ് അതിൻ്റെ സെൻസർ നേരെ ബൾബിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെക്കണം. കാരണം അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബൾബ് കൂടുതൽ ഹീറ്റാവും. നമ്മുടെ ആ ബോക്സിൻ്റെ അകത്ത് ഏറ്റവും അവസാനം എത്ര നമുക്ക് അതേ അളവിലെ കാറ്റ് ചൂട് കിട്ടത്തില്ലായിരിക്കും. അതുകൊണ്ട് എപ്പോഴും സെൻസർ ബൾബിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കരുത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോ ഇല്ലെങ്കിൽ താഴെ എണ്ണയിലും വെക്കണം. ബൾബിൻ്റെ അടുത്ത് വെക്കാൻ പാടില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട ഹോളിൽ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു, അത് വിട്ടുവരില്ല, അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ ഞാൻ അകത്തത്തെ നമ്മുടെ ഫാനിൻ്റെ കാര്യം നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞില്ല. ആ ഫാന് നമുക്ക് നേരെ 12 വാട്ട്സിൻ്റെ നമ്മുടെ ഫീമെയിൽ അഡാപ്റ്റർ ഉണ്ടല്ലോ അവിടെ തന്നെ കണക്ട് ചെയ്താൽ മതി. കാരണം ഫാൻ വർക്കാൻ 12 വാട്ട്സ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യുമ്പോൾ ഫാൻ വർക്കാവും. അതുകൊണ്ടാണ് നമ്മൾ ഫാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഇൻകാൻഡിസൻ ബൾബിൻ്റെ വയറാണത്. പിന്നെ നമ്മൾ ഇതുണ്ടോ ഫീമെയിൽ അഡാപ്റ്റർ നമ്മുടെ ഫാനിൻ്റെ വയറും കൂട്ടി പിരിച്ച് വെച്ച് ഗം ടേപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാം വയറൊക്കെ പുറത്തെടുത്തു. കണ്ടോ നമ്മൾ ഫാനിൻ്റെ വയർ നമ്മുടെ ഇതിലേക്ക് 12 വാട്ട്സിൻ്റെ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ നേരത്തെ സർക്യൂട്ട് ചെയ്ത പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം ഇതാണ് നമ്മുടെ 12 വാട്ട്സിൻ്റെ അഡാപ്റ്ററും കറണ്ടി കൊടുക്കുന്ന പ്ലഗ്. ഇത് രണ്ടെണ്ണം കറണ്ടി കൊടുത്തെങ്കിലേ വർക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ബോക്സിനകത്ത് വെച്ച് സെയിം പ്രിൻസിപ്പൾ നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ അത് ആ ഒരു സർട്ടൈൻ ടെമ്പറേച്ചർ വരുമ്പോൾ ഓണാകും ഓഫാകും. ഇതിപ്പോൾ ഞാൻ പ്രവർത്തനം അതായത് എന്തുകൊണ്ടാണ് അതൊക്കെ വെച്ചെന്ന് പറയാം. അവിടെ നമ്മൾ വെള്ളം ഒഴിക്കണം. ഒരിക്കലും നമ്മൾ ഇപ്പോൾ മുട്ട വെച്ച് കഴിഞ്ഞാൽ വെള്ളം തീരാൻ പാടില്ല. പിന്നെ ആ ഫാന് നമ്മുടെ ചൂട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തേക്കും കൊടുക്കും. അപ്പോൾ നമ്മൾ മുട്ട വെക്കുന്ന അവിടെയാണ്, വല്ല അറക്കപ്പൊടിയോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പം വർക്ക് ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. നമ്മളപ്പോൾ ഒരു മുട്ടയൊക്കെ വെച്ച് വിരിച്ച് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മര്യാദയ്ക്ക് കറണ്ടൊന്നും ഇല്ലല്ലോ. അതായത് നമ്മുടെ ഇവിടെ മര്യാദയ്ക്ക് കറണ്ടൊന്നുമില്ല. അപ്പോൾ കാണിക്കാൻ പറ്റില്ല, കറണ്ട് പോകാൻ പാടില്ല. ഇതിപ്പോൾ 21 ദിവസം കറക്റ്റായിട്ട് കറണ്ടിൽ പോകാതെ ഇരിക്കണം. ഇവിടെ നമ്മുടെ കറണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, ക്ഷമിക്കണം. പക്ഷേ ഇത് കറക്റ്റായിട്ട് വർക്കാവും ഫ്രണ്ട്സ്, ഞാൻ ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതിന് നല്ല വീഡിയോകൾക്കായി എഫോടെക് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൊണ്ട് അടിച്ചുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എൻഡ് ചെയ്യാം അല്ലേ വീഡിയോ. അപ്പം
It's me, Abhilash Ayer, signing off. Bye.